ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് നേരെ ഋഷികേശിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 265-266 കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ. ഡൽഹിയിലുള്ള ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് ഈ വണ്ടിയും ഡ്രൈവറിനെയും കിട്ടിയത്. നല്ല രസമായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന യാത്ര. നമ്മൾ ഫാമിലിയായി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വണ്ടി ഓപ്റ്റ് ചെയ്തത്. അതല്ല, കുറച്ചും കൂടി എക്കണോമിക്കായിട്ടുള്ള ഓപ്ഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡൽഹി എത്തിയ ശേഷം നേരെ കശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ അവിടെ നിന്നും ഋഷികേശിലേക്ക് ഒരുപാട് ബസ്സുകൾ കിട്ടും. പിന്നെ ഷെയർ ടാക്സിയും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് സൺറൈസൊക്കെ കണ്ടിരുന്നു. ഓറഞ്ചിലും ചോപ്പിലും ഒക്കെ കുളിച്ച് നിൽക്കുന്ന ഉദയസൂര്യനെ കാണാൻ നല്ല രസമുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് സൺറൈസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് പോയത്. യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഏകദേശം 265 കിലോമീറ്റർ ദൂരം താണ്ടി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം അഥവാ ഋഷികേശിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിച്ച ഹോസ്റ്റൽ. ഇത് നമ്മളെപ്പോലെയുള്ള പാവം ബാക്ക് പാക്കേഴ്സിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ്. പാലോം ബാക്ക് പാക്കേഴ്സ് എന്നാണ് ഈ ഒരു ഹോസ്റ്റലിൻ്റെ പേര്. ലക്ഷ്മൺ ജൂൽഹയിലാണ് ഈ ഹോസ്റ്റലുള്ളത്. നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടായിരുന്നു ഈ ഒരു ഹോസ്റ്റൽ. പക്ഷേ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. ഓക്കെ ഹോസ്റ്റലായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഷെയറിംഗ് റൂമാണ് നമ്മൾ എടുത്തത്. അതല്ലാതെ സിംഗിൾ ഷെയറിംഗ് മുതൽ 6 ഷെയറിംഗ് റൂംസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് റൂമിൻ്റെ ഫോട്ടോസ് ഒന്നും നമുക്ക് അധികം എടുക്കാൻ കഴിയില്ല. പക്ഷേ റൂമിനെക്കാട്ടിലും എനിക്ക് ഇവിടുത്തെ വ്യൂസ് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വ്യൂസാട്ടോ. ഇത് റിസപ്ഷനാണ്. നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം റൂംസ് ഫ്രീ അല്ലായിരുന്നു. അപ്പം ക്ലീനിങ് നടക്കാറുണ്ട്. നമുക്ക് അവിടെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. ഈ വ്യൂ ഉണ്ടോ, നല്ല രസമില്ലേ? ഇവിടെ ദൂരെ ഒരു അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇതുവഴിയാണ് നമുക്ക് റൂമിലേക്ക് പോകാനുള്ള വഴി. ഇത് റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഉള്ള ഒരു സെറ്റപ്പ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതിന് ധാരാളമാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ ഈ വ്യൂസ് നോക്കി അങ്ങനെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കറങ്ങിത്തീരം നമ്മൾ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, അത് തന്നെയാണല്ലോ പണി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ആ സമയം നമ്മൾ ഗംഗയുടെ തീരത്ത് ഗംഗ ഒഴുകുന്നതും ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇതാണ് ബാൽക്കണിയുടെ വീഡിയോ. ഇവിടെ നിന്നാൽ കുറച്ചുകൂടി നന്നായി ഗംഗ ഒഴുകുന്നത് കാണാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിരുന്നു ഇത്. ഇടയ്ക്ക് റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ ഇതുവരെ പോകുന്നത് കണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ അമ്പലം. കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഗംഗയുടെ ആ ഒരു കാറ്റും ആ ഒരു കലകള ശബ്ദവും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു സ്ഥലം. അങ്ങനെ ഏട്ടൻ എന്നെ വിളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് അവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കിട്ടുന്നത്. ഫുഡ് കഴിഞ്ഞ് കുഴപ്പമില്ല. ഇതിനിടയിൽ ഞങ്ങൾ അടിപൊളി ഒരു ഫോട്ടോയും എടുത്തു. എന്നിട്ട് പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അമ്പലത്തിനകത്തേക്കൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആൾക്കാർ നമ്മളെ സമ്മതിക്കില്ല. പിന്നെ അവിടുത്തെ സ്വാമിയാണ്, അവിടെ ഇരുന്നൊരു സന്യാസി, പുള്ളിക്കാരനാണ് ശൂലം വരച്ച് തന്നത്. അത് കുങ്കുമം എന്തോ വെള്ളമാണെന്ന് തോന്നുന്നു, അതിൽ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി തന്നു. ആദ്യം നല്ല രസമായിട്ട് തോന്നിയായിരുന്നു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അതേ നമുക്ക് പറ്റുള്ളൂ, കാരണം നമുക്ക് കൂടുതൽ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ്. അമ്പലത്തിന് താഴെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ രുദ്രാക്ഷമാല വിൽക്കുന്ന കട. നമ്മൾ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി, കാരണം നാട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ നമ്മൾ ഗലിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഹരിദ്വാറിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് ഹായ് ബൈ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നിന്നു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഒന്ന് ഹായ് ബൈ പറഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ബസ്സിൽ വലിഞ്ഞു കയറി. ഇതിൽ ഫുള്ള് ലോക്കൽസ് ആയിരുന്നു. നമുക്ക് 1 ഇഞ്ച് സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നമുക്ക് പാതി വഴി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു ആ ബസ്സിൽ നിന്ന്. കാരണം ഇരിക്കാനും സ്ഥലമില്ല, ഭയങ്കര ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വഴിയിൽ പോയ ഒരു വണ്ടിയിൽ കൈ കാണിച്ച് അതിൽ വലിഞ്ഞ് കയറി അതിലിരിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ.
അപ്പോൾ ശരി, ഹരിദ്വാറിലെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.